മൂന്നെണ്ണം കിട്ടി നമുക്കിപ്പോ. അതായത് ഇതാണ് നമ്മളെ ചെള്ളി മീന്. ഇതിനെ കഴിച്ച് നമ്മള് പണ്ട് ചെറുപ്പത് പച്ചക്ക് നീ തൊള്ളിയിലിടാ ഇങ്ങനെ. ഒരു പുളിന്റെ ചോയാണ് നമുക്കണോ? ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ ഏറ്റവും പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം ഗൈസ്. എന്താ പരിപാടി? എന്താന്ന് പരിപാടി? മീൻ പിടിച്ചാൻ പോവാ. ആരൊക്കെ പോണേ? നമ്മള് നാലാൾക്കാരും. മോട്ടർ എടുക്കാൻ പോയിക്കണ അറിയോ? വെള്ളം നോക്കാൻ പോയിക്കാ. അതാ കറക്റ്റ് ടൈമിങ് ആട്ടോ ഓൻ വരുന്നേ ഗൈസ്. ഓന് പൊയില് ഇന്ന് നല്ല മഴ ചെയ്തിട്ടുണ്ടായിന്. അപ്പൊ വെള്ളം എന്താ നോക്കാൻ വേണ്ടിട്ടാണ് ഓൻ പോയിട്ടുണ്ടായിന്. അപ്പൊ അതാക്കണ നോക്കി വന്നു. എന്താ അവസ്ഥ? വെള്ളമൊന്നുമില്ല, മഴയൊക്കെ ചെയ്ത് എങ്ങോട്ടാ പോയത്? അത് ശരി. വെള്ളവും ഇല്ല, മീനും ഇല്ല. മീൻ കിട്ടുമോ അറിയില്ല, കൊടി നോക്കേണ്ടി വരും. ചെറിയൊരു കലക്കുണ്ട്, അതായത് ഒരു ചെറിയ കലക്കില്ലേ, ചെറിയൊരു കലക്കനുള്ളൂ ഗൈസ്. നമ്മൾ ആറ്റി നോറ്റൊന്ന് മീൻ പിടിക്കാൻ പോകാൻ വിചാരിച്ചപ്പോ ഇപ്പൊ ഇതാണ് അവസ്ഥ. അല്ല, മഴ ചാറ്റിനുണ്ട്. എന്തായാലും കോട്ട് എടുത്തോളി. ആ മറ്റേ തല്ലിയിടുന്ന സാധനം റെയിൻ കോട്ടൊക്കെ ഇട്ടോളി. ആർക്കൊക്കെ വരുന്നത്? ഇജും മീൻ ഫസ്റ്റ് വരിക്കോ, കാരണം വലിയ വെള്ളമല്ല. അല്ലെങ്കിൽ ഇജും മമ്മിയും കോരിക്കോ. അതാകുമ്പോ വലിയ കുഴപ്പമുണ്ടാവില്ല. ഈ കൊതുകുവലല്ലേ ഇതാക്കണേ, ഇതാണ് നമ്മളെ കൊതുകുവല. നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊതുകുവലയാണ്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ കോരല്. എല്ലാ പ്രാവശ്യം മീൻ പിടിച്ചാൽ പോലെ നമ്മൾ ഇതുകൊണ്ട് തന്നെ അല്ലേ ഞങ്ങൾ ഇതുകൊണ്ട് തന്നെ ഇറങ്ങും. എന്തായാലും കൊതുകിനെ പിടിച്ചാൽ ഇറക്കില്ല, അപ്പം മീനെങ്കിലും പിടിച്ചട്ടെ ഞങ്ങൾ ഇതുകൊണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്നാ കോട്ട് എടുക്കി, റെയിൻ കോട്ട് എടുക്കി. രണ്ടെണ്ണല്ലേ? എങ്ങനെ റെയിൻ കോട്ട് എടുത്ത് അല്ലെങ്കിൽ നനയും. രണ്ടെണ്ണം മതി ഉണ്ടാവും. ഉമ്മ അതിലെടുക്ക്. ഞങ്ങള് എങ്ങനെ നമ്മളെ കഴിഞ്ഞ കുക്കിംഗ് വ്ളോഗ് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. അതായത് ഞങ്ങളെ അത്യാവശ്യം ലെങ്തിലെ വീഡിയോ ആണ്, പക്ഷെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാ അല്ലേ മമ്മ? അതന്നെ. പിന്നെ തെറ്റും കുറ്റമൊക്കെ അടുത്തിന് പിന്നെ അതിൽ വേറെ നന്നാക്കാൻ പറ്റുള്ളൂ. അതെ, അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ രീതിക്ക്, അതായത് ഞങ്ങൾ ഓരോ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പാകം എത്ര നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടി പോയിക്കണമെന്നുണ്ടെങ്കിൽ കൂടി പോയിക്കണമെന്ന് കമൻറ്റ് ചെയ്യുക, കുറഞ്ഞിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞിക്കണമെന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലേ നമുക്ക് അടുത്ത പ്രാവശ്യം നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. രസമുണ്ട്. അപ്പോൾ ഗൈസ് അതൊക്കെയാണ് സംഭവം. നമ്മളിനി നേരെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. മഴ ഇപ്പോൾ ചെറിയൊരാക്കം കിട്ടിയിട്ടുണ്ടോ? കുറച്ച് നേരം മുമ്പ് വരെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിന്. അതൊക്കെ ചെക്കന്മാരാണ് പോകണമെന്ന് ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞ് ഒക്കെ മുഖം തിരിച്ച് നോക്കിയാൽ എല്ലാവരും ഗൈസ് ഇൻട്രട്ടോ. അതാ ഇതിനെ അറിയാതെ ചവിട്ടിയതാ, കാലിലടിയിൽ വന്ന് തരുന്നത് കണ്ടില്ല. എന്തെനിക്ക് പറയാല്ലേ, ഞങ്ങൾ മീൻ പിടിച്ചാൻ വേണ്ടി പോവാണ്. പോയ മീൻ തിന്ന് സഹായിക്കും. കഴിക്കോ? പോയ മീൻ ഇഷ്ടം? അതോ കടലത്തെ മീൻ എനിക്ക് ഇഷ്ടം? എന്തേലും മുണ്ടങ്ങി എന്തേലൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞിട്ട് ഗൈസ്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റെയിൻ കോട്ട് ഉണ്ട്, പിന്നെ ഒരു ടർക്കി ഉണ്ട്, പിന്നെ നമ്മൾ ഒരു ടോർച്ച് വെച്ചാണ്. ഇനി അഥവാ ഇരുട്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെൽത്തിന് വേണ്ടിയിട്ട് ഇതാക്കുന്നു ടോർച്ചൊക്കെ കൈ പിടിക്കുന്നു. കണ്ടോ, ടോർച്ചുണ്ട്, പിന്നെ ആക്കുന്ന ടർക്കി ഉണ്ട്. അപ്പോൾ എല്ലാ സേഫ്റ്റി നമ്മൾ മുൻകരുതലോടെയാണ് നമ്മൾ പോണേ. പിന്നെ നമ്മൾ ഓവർ വെള്ളമെല്ലായിടത്തേക്ക് നമ്മൾ ഇറങ്ങൂല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമാണ്. ഇനിയിപ്പോൾ ഞങ്ങളെ വീട് കണ്ടിട്ട് ആരെങ്കിലും മീൻ പിടിച്ചാൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. മഴ നല്ല ടൈമാണ്, വെള്ളം നല്ലോണം കൂടും. അപ്പം പൊയ്ക്കൊക്കെ ഇറങ്ങുന്നതിലൊന്ന് ശ്രദ്ധിക്കുക. വെള്ളത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് പറയണേ. അപ്പം നമുക്ക് എന്തായാലും പോവല്ലേ? നമ്മൾ ഇറങ്ങാണ്, പോവല്ലേ? 2 കോട്ട് ഇതെടുത്തുണ്ടോ? ഇത് തൊപ്പി, മഴ നനയാക്കാൻ വേണ്ടിയിട്ട് തൊപ്പി. എന്നാ വണ്ടി എടുക്കട്ടെ. എന്നത് പിടിച്ചാണിമ്മ ഗൈസ്. നമുക്ക് ഇനി എന്തായാലും നേരെ അവിടെ പോട്ടെ. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മളെ സ്വന്തം പോയിന്റ് അങ്ങോട്ട് എത്തിക്കുകയാണ്. ഈ പോയിനെ പറ്റി പറയാനാണെങ്കിൽ ഗൈസ് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക്. പോയിനെ പറ്റി പറയാനുള്ള ആൾ കൂടുതലാണ് ഗൈസ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചാൽ എന്താണ് ഈ പോയിനെ പറ്റി പറയാനുള്ളത്? നല്ല അഭിപ്രായം. വെള്ളം ഇഷ്ടം പോലെ. ഈ പോയ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം കിട്ടും. അതന്നെ ഗൈസ്, നമ്മളെ പെട്ടിപ്പീടി അത്. അതായത് നമ്മളെല്ലാ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും നമ്മൾ ഇടയ്ക്ക് ഗൈസ് വൈകുന്നേരം നമ്മൾ ഇവിടെ വന്ന് നിൽക്കലുണ്ട്. അതായത് അവിടെ ഒരു കമ്പി ഉണ്ട്, ആ കമ്പിമേ ഞങ്ങൾ ചെക്കന്മാരെല്ലാവരും പോയിരിക്കും. എന്നിട്ട് ആ താത്താൻ്റെ കടയിൽ നിന്ന് നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി തിന്നും ഗൈസ്. വെള്ളം തീരല്ലേ? വെള്ളമില്ലല്ലോ അമ്മ? വെള്ളല്ലേ? വെള്ളം നമ്മൾ വിചാരിച്ച അത്രക്ക് ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചിനി ഷട്ടർമക്ക് തട്ടുന്നാണ്, പക്ഷെ ഷട്ടർമക്ക് തട്ടിയില്ല. ഈ വെള്ളം കണ്ടിട്ട് ഞാൻ പറയുമ്പോളേ, എടാ ഇമ്മമ്മയും
ഇമ്മി ഇറങ്ങിക്കോട്ടെ. നമ്മൾ രണ്ടാളും എന്തായാലും ക്യാമറ പിടിച്ച ആളുവാണല്ലോ, നമുക്ക് രണ്ടാൾക്കും അവിടെ കാര്യത്തിൽ നിൽക്കാം. ഇവര് കോരിയിട്ട് മീനാട് കൊണ്ടുവരട്ടെ. എന്താ അഭിപ്രായം? ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ആണോ? ഞങ്ങൾ ഇതിലിറങ്ങണോ അതോ അതിലിറങ്ങണോ? എയ്ക്കൂടെ ഇറങ്ങും അന്ന് പറഞ്ഞിട്ടോ. എയ്ക്കൂടെ നിങ്ങൾ ഇറങ്ങുക, നമുക്ക് അയിക്കൂടെ പോകേണ്ടി വരും. ആയിക്കൂടെ പോലെ. അയിക്കൂടെ എങ്ങനെ ഇറങ്ങേണ്ടി വരും? ഞാൻ നേരത്തെ വെള്ളം നോക്കാൻ വന്നപ്പോൾ അവിടെ ചെക്കന്മാരും ചൂണ്ടലിടുന്നുണ്ടായിരുന്നു. ഓലിപ്പോൾ നീച്ചു പോയി. ഇതൊക്കെയാണ് കൈസ്, അവിടെ ഒക്കെയാണ് ചൂണ്ടലിടുന്നത്. അവിടെ കണ്ടോ, അവിടെ ആ കൈസ് ആ പാലത്തിന്റെ അവിടെ ഒക്കെയാണ് ചൂണ്ടലിട്ടുകൊണ്ടിരിക്കണേ. അത് നമ്മളിവിടുത്തെ കുറേ ആൾക്കാർ ഇങ്ങനെ വരും. കൂടുതൽ ആൾക്കാർ കഴിച്ച് രാത്രിയാണ് വരുന്നത്. കാരണം ഈ രാത്രി എന്താ ഈ വലിയ വലിയ മീനുകളൊക്കെ കിട്ടും. നമ്മൾ പിന്നെ വൈകുന്നേരമാണ്. ഓ സൂര്യനുണ്ട് കഴിച്ച്. ഈ സൂര്യൻ്റെ ഇതിൽ നമ്മൾ വേഗം മീൻ പിടിക്കാൻ നോക്കട്ടെ. എന്നാ നമ്മളെ സാമാനങ്ങൾ കൊണ്ട് ഇറങ്ങിയല്ലേ ഗായ്സ്. ഇത് കണ്ടോ നിങ്ങൾ, ഇതാണ് നമ്മളെ കുടിവെള്ളത്തിൻ്റെ പൈപ്പാണ് കേട്ടോ ഇത്. ഇത് ഇനി മുതൽ മോദിൻ്റെ എന്തോ പുതിയ പരിപാടിയാണ് തോന്നുന്നത്. ഇനി ഇത് മുതൽ നമ്മളെ പെരീക്ക് നേരെ, അതായത് ഈ വലിയ പൈപ്പ് നേരെ വരും. ഈ വലിയ പൈപ്പ് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം? എന്താ? വെള്ളം കിട്ടും. പക്ഷേ ഇത്രയും വലിയ പൈപ്പ് നേരെ പെരീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വെള്ളം കിട്ടും. പെരീക്ക് ഇത്ര വെള്ളമല്ലോ ഒന്നും വരില്ല. ഇത് റോട്ട് കൂടെയാണ്, പിന്നെ മേലക്കൊക്കെ ചെറിയ പൈപ്പുകളാണ്. ഓൾറെഡി പൈപ്പ് അവിടെ ഫിറ്റ് ചെയ്തിക്കണല്ലോ. അല്ലല്ല, അവിടെയൊക്കെ പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന എല്ലാ സൗകര്യം ആക്കിയാണ്. എല്ലാ സൗകര്യം ആക്കി വെച്ചു. ഇനി പൈപ്പ് റോട്ട് കൂടെ വന്നാൽ മതി വെള്ളം. ശരിയാവുക. അത്രയും പൈസ മുടക്കില്ലാണ്. ഇത്രയും പൈസ ഇത് ഗൈസ് ഒരുപാട് കാലായിട്ടോ ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് തുടങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. തുടങ്ങിയാൽ മതിന് ഇൻഷാല്ലാ, പെട്ടെന്ന് തന്നെ റെഡി ആയി മതിന്. ചെറുക്കം എന്താക്കണം, സാധനങ്ങൾ എടുത്തിട്ട് വരുന്നുണ്ട്. ഇത് സിമെന്റ് ആയിട്ട് ഉണ്ടാക്കിയാണ്. സിമെന്റ് ഇരുമ്പും അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട്. ഞാൻ പറയുമ്പോഴേ ഒന്ന് കയറി പോയിക്കാണി, അപ്പുറത്തേക്ക് എത്തോട്ടെ. ഇല്ല, ഞാൻ ഒന്ന് നോക്കി ട്രൈ ഒരു കാര്യം പറയട്ടെ. ഒരൊറ്റ കാര്യം പറയട്ടെ. ഒരു കാര്യം പറയണ കേക്ക്, എന്നിട്ട് എന്താച്ചാ പറഞ്ഞോളെ. അതായത് ഇപ്പൊ ഇവിടെ ഫുള്ള് വെള്ളം കയറി വരികയാണ്. ഇമ്മക്ക് ആകെ ഉള്ളൊരു ചാൻസ് ഇത് കൂടെ അപ്പുറത്ത് കടന്ന് രക്ഷപ്പെടുക. എന്താ വെള്ളത്തിൽ മുങ്ങി ചാവുക അതോ ഇതിനോട് കൂടെ പോവോ? അപ്പൊ അള്ള എങ്ങനെയാ തീരുമാനിച്ച് കയ്യിലൂരിയാണ് പോകും. അല്ലല്ലേ തീരുമാനിക്കേണ്ടി, അപ്പൊ ഉമ്മമ്മയെ തീരുമാനിക്കേണ്ടി. അപ്പൊ അള്ള വണ്ടിയിലും അത് മനസ്സിൽ കാണിച്ചു തരും. എന്തെങ്കിലും അതിന് ബുദ്ധി തോന്നും. നമ്മള് പോയി ഇറങ്ങാൻ പോവാ. ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ഡാമാണ് കേട്ടോ. പെട്ടെന്നാണ് നമ്മൾ 2018 ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ വന്ന് എല്ലാം നശിച്ചത് കൈസ്. ഇവിടെ കഴിച്ച് അടിപൊളി കേട്ടോ. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് നോക്കി. ഇവിടെ ഈ പണ്ടാരം കമ്പിവേലി കെട്ടിയോണ്ട് ആ വ്യൂ കൊണ്ട് പോയി. ഇല്ലെങ്കിൽ ഇവിടുന്ന് ആൾക്കാർ ചാടിയിട്ടേ. ആൾക്കാരല്ല, ഞങ്ങള് നിങ്ങളെ പോലല്ലോ പൊട്ടന്മാര്. ഞങ്ങള് കഴിച്ചു മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പരിപാടി എന്താ അറിയോ, ആ ഡാമിന്റെ മുകളിൽ നിന്ന് നേരെ വെള്ളത്തിൽ എടുത്ത് ചാടും. വെള്ളം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ നിങ്ങൾ ഈ കണ്ടില്ല ഈ വെള്ളം ചില ആൾക്കാർക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും വലിയ വെള്ളത്തിലാണ് ഇപ്പന്മാർ മീൻ പിടിക്കാൻ പോണത്, അതും ഒരു സേഫ്റ്റിയും തേങ്ങയില്ലാത്തത്. അത് ഗൈസ് തുടക്കമാകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഇതിൻ്റെക്കാളും വെള്ളത്തിൽ ഞങ്ങൾ പൊങ്ങച്ചം പറയണല്ലോ കേട്ടോ. നമ്മളിത് ഗൈസ് അതാണ് നമ്മൾ ആ ഒരു പേടിയാണ്. നീ പിടിച്ചാ വാ ഗൈസ്. അതാണ് നമ്മളെ ചെറുക്കന്മാർ ഗൈസ് അവിടെ പാലത്തും ഇരിക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക്. എടാ വാ, മുന്നേ വരുന്നില്ലേ വാ. സഹലുണ്ട്, സഫ്വാനുണ്ട് ഗൈസ്. ഇതാണ് സഫ്വാൻ കേട്ടോ. അതായത് റിസ്വാന്റെ ഏട്ടൻ. നമ്മളെ വ്ളോഗിൽ ഉണ്ടാവുന്ന റിസ്വാന്റെ ഏട്ടനാണ് ഈ ബാക്കിൽ ഇരിക്കണേ. ഇവനാണ് സഫ്വാനി. മറ്റേത് സാഹലി. നമ്മളെ പെരുന്നാൾ വ്ളോഗിലുണ്ടായിരുന്നു സാഹലി. അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞ സ്ഥിതി എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിൻ്റെക്കാളും വലിയ വെള്ളത്തിൽ ചാടിയതാണ്. അതുകൊണ്ട് നമ്മക്കറിയാം ഈ പൊയിൽ എത്രത്തോളം ആയുണ്ട്, എവിടേക്കാ സേഫ്, എവിടേക്കാ നമുക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ നമുക്കറിയാം. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, പുഴ മാറിക്കൊണ്ട് നിൽക്കും. നമ്മളെപ്പോഴും ഒരു സേഫ്. ഞാൻ തന്നെ രണ്ടും പറയണത്. അപ്പൊ വേറെ സമാധാനം എന്താ അറിയോ, അതായത് ഈ നിങ്ങളിപ്പോൾ ഈ കാണുന്നുണ്ടാവും ഇവിടെയൊക്കെ ഭയങ്കര വെള്ളമായി കേൾക്കരി നിങ്ങൾക്ക് തോന്നണേ കണ്ടോ. പക്ഷേ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഉണ്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇത്ര ആയി ഉണ്ടാവുള്ളൂ. കാരണം ബാക്കിയിലൊക്കെ മണലാണ്. അതായത് മുകളിൽ നിന്ന് ഈ ഇവിടെ നിന്നൊക്കെ മലമെന്നൊക്കെ ഒലിച്ച് വരുന്ന മണലും കാര്യങ്ങളൊക്കെ വന്നിട്ട്, അതായത് പാറ ഇതൊക്കെ തട്ടി വരുന്ന മണലും മൊത്തം ഇവിടെയാണ് അടിഞ്ഞത്. അതായത് നമ്മളീ പോയിൽ ആയം പറയുന്ന സാധനമല്ല, സത്യത്തിൽ അങ്ങനെയാണ്. മമ്മ എവിടെ ആയല്ലേ
ഇവിടെ പായെന്ന് പറയാന് നമ്മള് വേനൽക്ക് വന്നപ്പോ ഇവിടെ ഒന്നും ആയം കണ്ടിട്ടില്ല. ഇല്ലല്ലോ, വേനൽക്ക് എന്നല്ലേ നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ആഴ്ചയിൽ വന്നപ്പോ എന്താണ് അവസ്ഥ? ഇവിടെ ഒക്കെ ഒരേ മരിക്കാൻ നിരന്ന് കിടക്കുക. അതായത് തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് ഡാമിൽ നിന്ന് നോക്കുമ്പോ കാണാം, മണലടക്കാൻ നമുക്ക് കാണാം. അതായത് അന്നൊക്കെ ഇറങ്ങിയ ടൈമിൽ ഇത്രയൊക്കെ വെള്ളമുള്ളൂ, അത്ര വെള്ളമുള്ളൂ ഇവിടൊക്കെ. ഗൈസ് നമ്മള് എന്തായാലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണില്ല, അടുത്ത മഴക്ക് മുമ്പ് നമുക്ക് കോരല് തുടങ്ങണം. എന്നാ സ്റ്റാർട്ടിങ് വരി തുടങ്ങിയാലോ? എന്നാ വരി വരി വരി. അവൾക്ക് പോയില്ലേ അവിടെ കുറ്റിമുള്ള മോൾക്ക് വരി വാ. കമോ ശരി കൂടെ ഇങ്ങനെ പോവാ. വരി മമ്മ. മമ്മ എന്താ ഇങ്ങനെ പേടിച്ചിരിക്കണ്? മമ്മാന്റെ 2 മക്കള്, അതായത് ആൺകുട്ടികൾ 2 ഉണ്ടായിനല്ലോ, അതിൽ ഒരാപ്പാപ്പ നല്ല അടിപൊളിയായിട്ട് മീൻ പിടിച്ചു. മാനുവിന് കഴിക്കൂല, മാനാപ്പാപ്പക്ക് കഴിക്കൂലടാ. അതിനെ ചെറിയാപ്പാപ്പ നല്ല പിടിച്ചൂലേ? പിടിച്ചു. അതന്നെയാണ്, ചെറിയാപ്പാപ്പ എല്ലാ കാര്യത്തിനും പോകും. കഴിഞ്ഞ് അതേപോലെ ഉമ്മമ്മ ഇതാക്കണം. ബാ വേരി നോക്കി കുത്തിരിക്കല്ല വേരി. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടാവും കേട്ടോ. ഒന്നാമത് ഈ മലമ്പന്ന് വരുന്ന വെള്ളമായതുകൊണ്ടേ നല്ല തണുപ്പുണ്ടാവും. ആടാ ഗൈസ് നിങ്ങൾ കണ്ടോ? അവിടെ കണ്ടോ? അവിടെ കോരിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. വല വീശുവലയാണ് മോണ്ടായി, അത് വീശാൻ നിൽക്കുകയാണ്. മോണ്ട നോക്കിയാ വീശാൻ നിൽക്കണേ. ഇതാക്കും കേട്ടോ, വീശാണേ ഗൈസ്. നോക്കൂ, വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇതപ്പോൾ വീശും, അടുത്ത നിമിഷം വീശാൻ പോകുന്നു. ദോ വീശുന്നു. എന്ത് ഇയാൾ വീശാത്തേ? യശോദി കണ്ടോ, ഒറ്റ വീശല്. ആന്ന് മല്ലി മറ്റേ അല്ലെങ്കിൽ പോണ്ട മറ്റേ ചൈന വല വാങ്ങേണ്ടി വരും. ഏതറിയോ? ഈ സാധാ വീശുവല ആണെന്നുണ്ടെങ്കിൽ അറിയാത്തോല് വീശി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാവൂല. ചൈന വല ആകുമ്പോ എങ്ങനെയായാലും വീയും. അതാണ്. എന്നാ ഇവിടുന്ന് തുടങ്ങണ പോണ്ട. എന്താ എങ്ങനെയാ ഇറങ്ങണേ? ഇങ്ങനെ ഇറങ്ങും. അതൊക്കെ വിചാരിക്കണ പോലത്തെ ആൾക്കാരല്ല കേട്ടോ ഈ വലിയ രണ്ടാളും. ഭയങ്കര വലിയ ആൾക്കാരാണ്. അതായത് ഇത് പറഞ്ഞു കഴിഞ്ഞാല് സ്വിമ്മിങ്ങില് ഫസ്റ്റ് നേടി അല്ലേ? ഇതോ ഇത് വറകുറക്കല് ഫസ്റ്റ്. നമുക്ക് മൈക്ക് നമുക്ക് സേഫ് ആക്കി വെക്കാം. ഉമ്മമാന്റെ മുങ്ങിലാണ്. ചിലപ്പോ എന്താന്ന് നമുക്ക് അറിയില്ല. മീൻ പിടിച്ചോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം. കിട്ടോ ഇല്ലെന്ന് നമുക്കറിയാം. അതാരാ എടാ ഇവന്മാര് ഗൈസ് നമ്മളെ നാട്ടിലത്തെ എല്ലാ ചെക്കന്മാരും വന്നിക്കണ്. മറ്റേ മുബാറക്ക് ഉണ്ട്, പിന്നെ രാഹുൽ ഉണ്ട്. എടാ വാടാ ബാ, ആയിക്കോട്ടെ വാ. അതാക്കണ ഇമ്മ ഇറങ്ങിയടാ. സ്റ്റാർട്ടിങ് ഇമ്മ ഇറങ്ങിയിരിക്കണ് കേട്ടോ. ഇനി ഗൈസ് കളി മാറും. ഇന്ന് തന്നെ ഇറങ്ങിയാണ് മീനുകളെ ആട്ടലടങ്ങിയിരിക്കണ്. ഇവിടെ റെഡി ആകുമ്പോഴത്തേന് ഗൈസ് മീൻ പോണ്ടിയ പാട്ടിന് മീൻ പോയിക്കോളും. ചെരുപ്പൂരി ചെരുപ്പൂരിയപ്പോഴാണ് അതിന്റെ ഒരു പ്രൊഫഷനിലായത്. അല്ല കരയത്തൊക്കെ വരുന്നത്. ഹലോ ഇവരെന്ത് കോരില കോരിന്? ഇവിടെ ഇത് കൂടെ കോരി കളിച്ചത് പൊന്തൊക്കെ നല്ലോണം കോരി. നോട്ടെ ഗൈസ് നമുക്ക് ഫസ്റ്റ് കോരല, അതായത് നമ്മളെ ഫസ്റ്റത്തെ കോരല എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മമ്മ ഇവിടെ എന്താണ് നോട്ടെ? നമുക്ക് കിട്ടിയ എന്താണ് സ്രാവിനെ കടി കൊടുത്ത ഇതൊക്കെ വേണ്ട. കൊമ്പൻ സ്രാവാണ് ഗൈസ്, കാണുന്നുണ്ട് നിങ്ങൾ? ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ 2 കൊമ്പൻ സ്രാവുകൾ. അതാവുന്നു പോയി. അതിനൊക്കെ പിടിച്ചാണ് കുറച്ച് വലുതിനെ പിടിച്ചിന്റെ അമ്മ. വലുതിനെ പിടി. അതിന് വലുതിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം, കുറച്ച് ബാക്കിക്ക് പോവാ. നടുക്ക് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് അരുക്ക് ഇങ്ങനെ വരിക. അപ്പൊ ഇങ്ങനെ കിട്ടും വലുതിനെ. നല്ല ടീമിനോടെ പറഞ്ഞേ. എന്താണ് ഇതെന്താവോ? ഇവലെത്താ ഒയ്ക്കൂടെ പോയി കളിച്ചു. അഞ്ഞ് സൈഡ് പോട്ടെ പൊന്തേക്ക് കുറച്ചുകൂടി പോട്ടെ. നല്ല ഊറ്റണ്ടില്ലേ പറഞ്ഞുകൂടെ? ഏതന്നെ പടച്ചോനെ, തുടക്കം തന്നെ ഫ്ലോപ്പ് ആണല്ലോ. ഇപ്പൊ നമ്മൾ ഇറങ്ങേണ്ടി വരും കേട്ടോ കളത്തേക്ക്. കേസ് നമ്മൾ ഇറങ്ങേണ്ടി വരും. നമ്മൾ ഇറങ്ങിയാലേ വല്ലതും കിട്ടുള്ളൂ. അവിടുന്ന് തന്നെ കോരിയരി. എന്നിട്ട് വരി പോറ്റെ ചെറുതാക്കിയിട്ടാണ് വല നല്ലോണം വലിപ്പം വേണം. അതാ പോറ്റെ ഇമ്മ സൈഡ് കടിപ്പിച്ച് പോറ്റെ പൊക്കലെ അവിടെ പൊളിഞ്ഞാടി. ഇപ്പൊ കേറിയ മീനും ചിലപ്പോ പോകും. മീൻ കയറിക്കണോ കാര്യം? എന്താ കൊറേ ഉണ്ടോ നോട്ടെ? കുഴപ്പമില്ല ചെറുതാണെന്നുണ്ടെങ്കിലും
എടാ വാടാ മുന്നേ വാ. കണ്ണപ്പന് മുന്നേ വന്നിട്ടുണ്ട്. മുന്നെയാണ് അവിടെ നിന്നാണ്ട് കൈ കാണിച്ചത്. മുന്നതില് ഇജ് ആര് പിന്നെ കാട്ടിയേ? മുന്നേ വാ. മുന്നെയാണ് ഗൈസ് അവിടെ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എല്ലാരും ഉണ്ടല്ലോ അവിടെ കണ്ടില്ല നിങ്ങള്, അവിടെ ഇരിക്കണ സ്ഥലമുണ്ട്. അവിടെ വേണ്ടി പോവുകയാണ്. വാടാ വാ. മീനിടാനല്ലേ? അങ്ങനെ തന്നെ ഗൈസ്. അവിടെ മൂപ്പര നല്ല വീശലാണ് കേട്ടോ. മൂപ്പര നല്ല മീനുകളൊക്കെ ഏറ്റവും തോന്നുന്നുണ്ട് ഇപ്പൊ വീശ കണ്ടിട്ട്. ഗൈസ് നമ്മള് ഫസ്റ്റത്തെ മീനെ നമ്മൾ കോരാൻ വേണ്ടി പോവുകയാണ്. മമ്മ കോരല്ലേ? ആരെയും നോക്കണ കോരിക്കോ. ഓരോ മീനും അമൂല്യമാണ്, അത് പായാക്കരുത്. ഉമ്മക്ക് ഐശ്വര്യം ഉണ്ട് കേട്ടോ. അത് കുണ്ടല്ല, ഓരോ കുറ്റിയാളും ഇതൊക്കെയാണ്. അതിമ തട്ടി തടഞ്ഞു പോയി. ഉദ്ഘാടനം കഴിച്ചിക്കണേ. ഞങ്ങൾ നനഞ്ഞ് ആകെ മാറ്റാനും കൊടുത്തിട്ടില്ല. ഇത് നിക്കാൻ ചെയ്യില്ലാത്തോടത്ത് നടക്കാതെ സ്ഥലത്ത് നിങ്ങൾ കടന്നാ പിന്നെ എന്താ കാട്ടാ? എന്നെ നടന്ന് പോണ്ടി കൊടുത്ത് കഴിച്ച് കടന്നിട്ട് അവിടെ തിണ്ടാണ്, ഞാനാണ് വീണാടെ. മീൻ പിടുത്തം എന്താന്ന് ഞാൻ കാണിച്ചു തരാം. നിക്കട്ടോ, ഞാനേ തറഞ്ഞു പോണാലോ. ഇതിൽ മീൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങള് മീൻ പിടുത്തം എന്താ വീണ്ടും ഒരു വലിയ കോലാണ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാ. ഇങ്ങോട്ട് രണ്ടാളുണ്ട്. അതായത് ഇതാണ് നമ്മളെ ചെള്ളി മീന്. ഇതിനെ കഴിച്ച് നമ്മള് പണ്ട് ചെറുപ്പത്തിൽ പച്ചക്ക് തിന്നീനി. ഇമ്മ തിന്നീനോ? അനക്ക് എന്താ ധൈര്യം ഉണ്ടോ? ഞാനൊന്നില്ല, ഇജ്ജോ ഓൻ തിന്നു. എന്താ ഇതിനെ കഴിച്ച് നമ്മള് ചെറുപ്പത്തിൽ പച്ചക്ക് തിന്നീനി. അല്ല, ഇത് നല്ല രസമാണ് കഴിച്ച് നമുക്ക് തിന്നാൻ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതിനുള്ള ഫുള്ള് വൈറ്റ് ആണ്. എടാ അതിന് ഇത് കാണിച്ചു കൊടുത്താ, വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്താ ആൾക്കാർക്ക്. ഇത് ശരിക്കും കാണിച്ചു കൊടുക്കും. 1x ഇട്ട് കാണിച്ചു കൊടുക്ക്. കഴിച്ച് ഇതാണ് നമ്മളെ ചെള്ളി. ഇതിനുള്ളിൽ കണ്ടെങ്കിൽ ഫുള്ള് പ്യുവറായിട്ട് കാര്യം കാണാം. ഇതിന് ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തല ഇങ്ങനെ നമ്മൾ ഞൊടിച്ച് കളയും. തല നമ്മൾ കളഞ്ഞു. തല നമ്മൾ കളഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ തൊള്ളിയിലിടുക. ഇങ്ങനെ ഒരു പുളിന്റെ ചോയായിട്ടാണ്. നമുക്കണോ? ഈ കോരൽ അടിപൊളിയല്ലേ? ഈ കോരൽ അടിപൊളിയായി കഴിച്ചു. ഇതേപോലത്തെ ഒരു 4-5 കോലിനും പാലം കിട്ടിക്കഴിഞ്ഞാല് സെറ്റാവും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പുഴമീന് കഴിച്ച് പൊരിച്ച് തിന്നാത്തോലും ഉണ്ട് കേട്ടോ. ഇതുവരെ തിന്നാത്തോലും ഉണ്ട്. കിട്ടൂല, അപ്പൊ കിട്ടായില്ല. കാരണം ഓല കൊടുത്ത ഫ്ലേവർ നമ്മളെ കൊടുത്ത ഫ്ലേവർ നല്ല വ്യത്യാസം ഉണ്ട്. മസാല അല്ല, മീനിന്റെ അവിടുത്തെ ആൾക്കാർ ഇത് ചേർച്ച് വെക്കും. കാരണം ചേറ്റിലൊക്കെ വളർന്ന മീനായി കൊണ്ടേ കായലൊക്കെ ഉള്ള ഭാഗത്തൊക്കെ അങ്ങനെയാണേ, ഫുള്ള് ചേറല്ലേ. ഈ കുളത്തെ മീൻ തന്നെ ചേറി കഴിക്കുമല്ലോ, അടിയിൽ ചേറായി കൊണ്ട്. അതന്നെയാണ് ഈ വളർത്തു മീനിനെ നിങ്ങളെല്ലാരും കരുതുണ്ടാവും ഗൈസ്. ഈ വളർത്തു മീനിന്റെ മാറ്റി കാരണം പൊയ്ത്ത മീനിന് ഒരിക്കലല്ല. പോയ മീൻ വേറെ ടേസ്റ്റ് ആണ്. കാരണം ഇല്ല പ്രകൃതിന്റെ കല്ലും അല്ലെ, ഈ കല്ലിന്റെ അടിയിലൊക്കെ നിൽക്കണ മീൻ നല്ല രസമുണ്ടാവും. മറ്റേതെന്താ, നമ്മളെ കുളത്തിലാരോ വാങ്ങിക്കൊടുത്ത് തിന്നിട്ടേ, എന്നിട്ട് പിന്നെ നമ്മള് പിടിച്ചാൻ പോന്നാണ് പോയി ആ മീനിന്റെ ചോയ ഇട്ടിട്ട് നമ്മൾ പിന്നെ പോയില്ലല്ലോ. നമുക്ക് തന്നത് നമ്മൾ കളഞ്ഞു. അതാണ് ചേറി വെച്ചിട്ട്. ഈ മീനിന്റെ രസം ഒരു മീനും കിട്ടൂല. മീനുകളെ ഫുള്ള് കഴിച്ചല്ലോ. ഞങ്ങൾക്ക് കുറച്ച് മീനുകളെ ബാക്കിയാക്കിട്ടോ. അവിടെ നമ്മളെ ചെക്കന്മാരൊക്കെ വന്നാണ് ഇതാക്കണേ. ഹലോ 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 ഹലോ. ബോയ്സും ഉണ്ട് പിന്നെ ചെയിനും ഉണ്ട്. ഒന്ന് പൊടിച്ച് സഹായിക്ക്. മറ്റോമാരൊക്കെ ആ മുന്നേ കണ്ടില്ല നിങ്ങള്? ആ മുന്നേ വെറുതെ ഓലപ്പോ ആ മുന്നേ നടക്കണത്. പോയ മീൻ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേങ്ങ വരെ പറ്റൂല. എന്നാലും പൊയ്യില് ബാക്കി വരപ്പ് ഉണ്ടാവും കേട്ടോ ഗൈസ്. എവിടെ ഈ പൊന്തന്റെ ഉള്ളിലാണോ? എന്നാ നോക്കിക്കല്ലേ, നമുക്ക് പിടിച്ചാൽ തുടങ്ങാം. ഓരോ തിന്നൂല, അപ്പൊ പിന്നെ ഓൻ പിടിച്ചാലും ഇല്ല. ഓൻ കാണാണ്ട് ആ വാജേ മൈക്കാക്കണേ. അന്നെ ഇതിനെ വിളിച്ചണ്. ഒരു കരക്ക വിളിച്ചണേ. ജോലിക്കാണ്ടും വെച്ച ഞങ്ങളാട്ടോ. ആണോ? അതിനടുത്ത് കുഞ്ഞിപ്പാ
അതല്ലേ പറഞ്ഞത്, കോല ഉണ്ടെങ്കിൽ പോര്. അത് കോലാണ് കേട്ടോ, രണ്ട് വലിയ കോലാണ് അതന്നെ. ഇത് കൊണ്ടോലെ ഇവര് വള്ളത്തോടിക്കാണ് പിടിച്ചു പോകുന്നേ മീനെ വളർത്താനാ കഴിച്ച് ഓർത്തിക്കണേ, ജീവനോടിക്കാ ഗ്രില്ല് ചെയ്യാന്. ആളുകൾക്കിടയിൽ പൂക്കി ഷെഫീക്ക് പൊക്കി പൊക്കി മീനെ വേണ്ടേ ഓണറാണ് ആ വന്നോണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രായമാണ് ഈ കൂട്ടത്തില്, തലവനാണ് എല്ലാരും. ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ? ഇങ്ങള് പിടിച്ചു വിട്ടു. ഇന്നലെ അതിന് എണ്ണം പോയോ? പൊയിലേക്കാരോ മീൻ പിടിച്ചു വിടല്ലേ, എന്താ നോക്കണം. ഇന്നലെ ഓല് ഇവിടെ വന്നാണ് കോരിനെ, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ ഓലിക്ക്. വെറുതെ വിട്ടാണ് ഒക്കെ ചെറിയ മീൻ. സഹായിച്ചതാ, വലട്ടൊരു വലിയ മീനെ പിടിച്ചാ. ഈ സോല മീനെ ഞങ്ങൾക്ക് തരുന്ന നിമിഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മാത്രം കിട്ടിയത്. ഇതൊക്കെ വേണ്ട, ഇതൊക്കെ മറ്റേ ഗ്ലാസ് മീന്. എന്താ പരിപാടി? എനക്കെന്താ പരിപാടി? ഇങ്ങനെ വെറുതെ കുത്തിരിക്ക, മീൻ കോരിയ സഹായിക്കാം. പൈസ കൊടുത്താണ് വാങ്ങിക്കണേ. മുന്നേ അവിടെന്നോ എന്റെ കൂടെ കൊണ്ടുപോയേട്ടാ. ഓക്കെ ഓക്കെ, ഇവനൊപ്പം നിർത്തി കഴിഞ്ഞാൽ മീൻ കിട്ടില്ല എന്നാ പറയണേ. നമുക്ക് ഓലിങ്ങാളിൽ മീൻ പിടിച്ചാ. അതെ, അപ്പൊ കാര്യം ഞങ്ങൾ മീൻ പിടിച്ചാൻ വേണ്ടി തുടങ്ങാണ്. ഇനി ആലോചിക്കാൻ കേട്ടോ, കാരണം നമുക്കൊരു ക്യാമറമാനെ കിട്ടി. ഇനി വലിയ മീനുകളുടെ കളി ഒരു മൈക്ക് അപ്പൊ ഇങ്ങനത്തെ വേണ്ട, ഞങ്ങൾ വള്ളത്തിലല്ലേ നെയ്യും ഇറങ്ങും മുന്നേ. എനിക്ക് എന്താ അത്ര മടി? അല്ല തിമിങ്കലായിക്കോട്ടെ, ഇജ്ജ് തിന്നൂല്ല ഇറങ്ങൂല്ല. എടാ നല്ല രസമുണ്ട് അങ്ങനെ കോരാൻ. തിന്നേക്കടാ, വള്ളത്തേക്ക് ഇറങ്ങിയിട്ട്. കോയമീൻ തിന്നാത്ത മനുഷ്യന്മാരുണ്ടോ? പോലീസല്ല, അത് കുട്ടികളാണ്ടിയാ. അത് കുട്ടികളെ വണ്ടിയാണ്. ഇന്നാളത്തെ മാതിരി തള്ളിയിടാനോ ഒരു 5-8 പ്രതീക്ഷിക്കാം. ആ കോരലിന് 10 കിട്ടാൻ പറ്റുന്നുണ്ട്. ആകണ് ഉകല്ലേ ഉകല്ലേ. അതാ കിട്ടിയ കളയല് ഇല്ലേ? എനിക്കറിയില്ല, ഒന്നുമില്ലേ? ഒരു ചെറിയൊരു മീൻ കുറച്ചൊന്ന് 10 കിട്ടാൻ. പത്തനത്തില് കാഴ്ച ഒരു 2 കുറവുണ്ട്. ആ പറ്റ ചുണ്ണി. നിങ്ങൾ ഇതുകൂടെ പോയത്, ഇതുകൂടെ വലട്ട് പോയത് ഇപ്പൊ വലക്കോട്ടണ്ടേ? കോട്ടുണ്ടല്ലോ കൊറേ. അതാണാവോ സ്ഥിരമായിട്ടില്ല. ഇപ്പൊ ഇതുവരെ കിട്ടിയില്ലേ? മറിച്ചടി, അവിടെ മറിച്ചടി. ഇവിടെ കോരി കഴിഞ്ഞാൽ വലിയ മീനൊന്നും കിട്ടില്ല. നമ്മളെ പൊയ്യി പോണല്ലേ പൊട്ടിക്ക്. അവിടെ ഒരു വെടുത്തമാർക്ക് തലല്ലേ, 2 ഭാഗം കുന്നായിട്ടേ കിട്ടിയാലോ? ആ ഞമ്മക്ക് കിട്ടിയില്ലല്ലോ. നമുക്ക് ഞങ്ങൾ ഇവിടെ ഒന്ന് കോരി ഇവിടെ, അവിടെ മുള്ളാണ്, പക്ഷെ അവിടെ കോരി വെക്കാം എന്തെങ്കിലും കിട്ടാം. വില പൊന്തിക്കാണ്ട വലിയതൊന്നും കിട്ടില്ല. ഇപ്പുറത്തും ഉണ്ട് മുള്ളുണ്ടോക്കി, ഒരു കോലാനും ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട് ഒന്ന്. വീണ്ടും ഇതിനെ കഴിച്ച് ഒരു 2 കിട്ടിയാൽ മതി. 2 4 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പള്ളറിയും. എന്തൊരു ചൊർക്കലേ വെള്ള, നല്ല വെള്ള കാണാൻ. പക്ഷെ ചൊർക്കല്ല ഇതൊക്കെയാ. ഇത് കാണട്ടോ, അതിന് പല്ലോക്കിയാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാ
ഒരു അല്ല മൂപ്പര കീസ് ചോർന്ന് പോകുമോ? 3 കോലാണ്. 3 കോലായി. ഇവിടെ ഇവിടെ ഒരു വലുതിനെ കണ്ടീനാലോ. അതന്നെയാ കോലാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ആ ഒഴിക്കുന്ന നല്ല കോല ഉണ്ടാവും. എങ്ങനെ എത്തി ഇവിടെ തന്നെ നമുക്ക് ഈ കൂടെ തന്നെ ഇങ്ങനെ കോര. അതായത് കണ്ടോ ഈ സൈഡിൽ കൂടെ കണ്ടോ ഇവിടെ ഇറങ്ങുമ്പോ കരുതി മക്കളെ കുറ്റി മുള്ളൊക്കെ ഉണ്ടാവും. എന്താ അങ്ങനെ പഠിച്ചവന് മീൻ പിടിച്ചത് രസാണ്. പിന്നെയും കൊണ്ട് ചാടിയ ഉണ്ടെങ്കിൽ എണ്ണാരി കിട്ട് ഇല്ലെങ്കിൽ ഉണ്ടോ അതെല്ലാം കൂടെ പോവോ? മുള്ളിട്ടോ എല്ലാം പോയിണ്ടാവും കണ്ടോളി. ഇല്ലടാ ഇല്ല. ഇത് ഞങ്ങൾക്ക് കുറച്ച് കോലാനി ഈ കോലാണ് എന്താ നിറ വ്യത്യാസം? ആണ് കാപ്പില്ലേ മേലെ മേലെ അല്ല ഒക്കെ ഒരേപോലെ തന്നെ. ഇത് കൊറേ ഉണ്ടല്ലോ. നനഞ്ഞ ഇതാണ് മമ്മ 10 ഉണ്ടായിരുന്നെ. ആ ഇതിലിനി ഒന്നിലില്ലെങ്കിൽ ഒന്നിലുണ്ടായാൽ മതിയേ. തോന്നുന്നു. ഇങ്ങനെ ഒരു കോരലിൽ ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആശ്വാസമാണ്. മറ്റേതൊന്നും കിട്ടാതെ നിൽക്കുമ്പോഴാണ് ഞങ്ങളെ കണ്ണൊന്നും വെള്ളം വരിക. നയിച്ചങ്ങാണ്ട് വർക്കും ചെയ്യിച്ചാ ഞാൻ ഒന്ന് അമ്പലം മറിച്ച് മക്കളെ. അങ്ങനെ ഒരു മീനയിലുണ്ടേനി അതാകന് ചാടിന് പോയി. വലിയ കോലാനി. ഇതിലതിന് കോലായി കിട്ടിയ ഏറ്റവും വലിയ കോലാനാണ് ഗൈസ്. കരക്ക് പല്ലോക്കിയാ തീർക്കൂട്ടാ. അടിച്ച് എന്ത് വേനറിയോ? നല്ല വേനണ്ടാ. പിന്നെ പേടിച്ചിട്ട് അത് മുള്ള മീനാണ് ഗൈസ്. അത് കൈമ കുത്തും. അത് ഇതിലിട്ടുമ്മ ഓ മറ്റീലാട്ടിക്കണേ. ആയിക്കോട്ടെ ഏതായാലും കുഴപ്പമില്ല. പക്ഷെ അത് ഓട്ടോ ഇല്ലേ അവിടെ ഉണ്ടാവും. ഇതെങ്ങനെ ഇത്ര കിട്ടണേ? ജോഡി ജോഡി വലുത് വലുത് നേരത്തെ കിട്ടിയ പോലത്തെ വലുത്. ദിക്കടി ദിക്കടി 3 കിട്ടി നമുക്കിപ്പോ. അതെന്ത് ഈ അരിൂക്കടെ കളിച്ചിനാവോ? അത് എന്താ അറിയോ, സെന്റർ കൂടെ ഒഴിക്ക് നല്ലല്ലേ കലക്കുമല്ലേ കണ്ണാണല്ലോ വരും. അതന്നെ ഇനി കോരി അവിടെ തന്നെ. അപ്പൊ വീശുവരൊന്നും അല്ല ബെറ്റർ അല്ലേ? അതിലുണ്ട് 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 മോനെ. ആരാണാവോ? എടാ ആ കമ്മ്യൂണിസ്റ്റ് അപ്പല്ലോ അങ്ങോട്ട് അല്ലേ അങ്ങോട്ട് അല്ലേ ഇവിടെ ഇഷ്ടം നിൽക്കണ ഇവിടെ അവിടെ. അതിന് കമ്മ്യൂണിസ്റ്റ് ആ മുള്ളിട്ടമ്മ കാല് കത്തി നമ്മൾ എത്തില്ല. ഞാൻ അവിടെ ആ പുല്ലിക്കൂടെ വരുന്നത് മുള്ളാണ് കേസ്. ഭയങ്കര മുള്ളുണ്ട്. പുല്ലുണ്ട് കേട്ടോ. കുട്ടികളാണ് അത് വേണ്ടി. കുട്ടികളെങ്കിൽ കുട്ടികള് നല്ലൊരു മഴ വരുന്നുണ്ടല്ലേ. മഴയൊക്കെ വരട്ടെ. അതാ എന്റെ തൊപ്പിയാണ് ഈ തടയിന്. തൊപ്പി ഇവിടെ ചാടിപ്പോണ ഉള്ളിൽ കൂടെ. അതൊക്കെ എടുക്കേ. വലക്കോട്ടണ്ടേ നമ്മള് പകുതി പോവുകയാണ്. വലിയ കുടുങ്ങിയാലും അതാ പോയി. പുതിയ വല വാങ്ങേണ്ടി വരും കേട്ടോ. അവിടെ ഉണ്ടമ്മ. പെരിയിലുണ്ടോ? പെരിയില് പുതിയ വല ഉണ്ടോ? എന്നിട്ടപ്പോ കീറിയെ കൊണ്ടുപോകുന്ന വേറെ എവിടെ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇതല്ലേ ഒരു സാധാരണ അക്കല്. ഇത് കീറി വെച്ചറിയില്ല. നോക്കട്ടെ. ആക്കണം കൊഞ്ഞിക്കണേ ഒരു കൂട്ടാനില്ലായി. അന്ന് കിട്ടാനൊന്നും കിട്ടൂടാ. കൂട്ടാനൊക്കെ കഴിക്കണം. നയിച്ചിനേരെ നമ്മള് കുറച്ചു നേരം കൊണ്ട് നയിച്ചത്. കുഴപ്പമില്ല. തണുപ്പ് പിടിച്ചാ ഇതുണ്ടാവും രാത്രിക്കൊക്കെ. എനിക്ക് പിന്നെ അതുണ്ടാവും. ഉണ്ടാവും. അന്ന് എത്ര 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 അന്ന് കൊറേ ഒരാഴ്ച എടുത്തിട്ടുണ്ടായി. കൊറേ കിട്ടിയിട്ടും കാര്യമല്ല. 6 കിലോ മീനാണ്. 6 കിലോ കൊറേ കിട്ടിയിട്ടും കാര്യമല്ല. പിന്നെ അതുകൊണ്ട് മനുഷ്യൻ വരകുകയാണ്. അടുപ്പിച്ച് കൂട്ടാനാകുമ്പോഴേ അല്ല നീ ഇത് നന്നാക്കി കിട്ടാനേ
ഇതിന്റെ കാട്ട മുഴുവൻ കളയണ്ടേ? ഇതൊക്കെ കാട്ടൊക്കെ കളഞ്ഞ് വരുമ്പോ ഇവർക്ക് ഇതുണ്ടോ ഇതിന്റെ കാട്ടൊക്കെ കളയണ്ടേ? അപ്പൊ കുറച്ച് നയിപ്പാണ്. കുറച്ച് കിട്ടിയാ കുറച്ച് പണിയിട്ടാലേ. എന്താണ് ഇജു ഒലപ്പം പോയിരിക്കാന്? ഞാൻ ഉയ്യാൻ കൊണ്ടോണം. ഒന്നുമില്ല, പെട്ടു കൈസ്. അറിയാതെ എന്നോട് അല്ല ഇജ്ജ് വിളിച്ചായിരുന്നു, വിളിച്ചായിരുന്നു ഇതുണ്ട് ഇവിടെ കോരാണ്ട് പറഞ്ഞു. അപ്പൊ ഷെഫീക്ക് ഇജ്ജ് കട്ടാക്കിയപ്പോ തന്നെ ഓൻ വിളിച്ചിന്. അപ്പൊ പറഞ്ഞു കോരല്ലേ ചോദിച്ചു. അപ്പൊ എന്റെ മൈൻഡിൽ ഇജ്ജ് വിളിച്ചിരുന്ന. അപ്പൊ ഓൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഉണ്ട് പറഞ്ഞു. അപ്പൊ ഓൻ പറഞ്ഞു ചാത്ത കൊണ്ടിരുന്നാറ്. അപ്പൊ ഞാൻ പറഞ്ഞു പാലത്തിന്റെ അവിടെ ഞങ്ങളടി. ഓ ശാലിന്റെ കാര്യം പറയണേ, ഞാൻ ഇങ്ങളെ കാര്യം. ഞാൻ ഇജ്ജ് ചിലക്ക പോണേക്കാണ് ഓല പോണേടാറുണ്ട് ഞങ്ങളങ്ങനെ. ഇതൊക്കെ അവിടെ എന്നാ ഞമ്മള് പോകാ, പയരുണ്ട്. എല്ലാരും ഉണ്ടാണേ. കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ നാട്ടു വർത്താനം ഓരോരുത്തർ കുറ്റം. അപ്പുറത്ത് വെക്ക, അപ്പൊ അപ്പുറത്ത് വെക്ക. ഓർക്ക് മീൻ കൂട്ടാനായി. അപ്പൊ നമുക്ക് ഇനി നേരെ പോവല്ലേ? വലയാണ് ഒലിമ്പി. ഇതെന്താ അറിയോ, മുള്ളകണ കുത്തിട്ട് ആകണ കുത്തി കേറി. ചെറിയതല്ല, അതൊരു മുള്ളാണ്. അതാ അതൊരു സൈസ് മുള്ളാണ്. ആ അവിടുന്ന് അവിടുന്ന് വരുമ്പോ പേരി. ഓക്കെ കൊറേ നേരെ കഴിച്ച പോവാൻ വേണ്ടി കാട്ടണേ. ഞാൻ ഓക്കെ മുന്നാ നഞ്ഞു മിന്നിക്കോ. ഇത് മാറ്റിയൊക്കെ ഇത് മാറ്റിയൊക്കെ അല്ല, ഇത് ഞങ്ങൾക്കുള്ളു. അപ്പൊ ഗായ്സ് നമ്മൾ ഇനി നേരെ ഇതാണ് ഗായ്സ് ഈ മുള്ളിന്റെ പ്രശ്നം. കണ്ടോ മുള്ളാണേ സൈസ്. എന്റെ പാൻറ്റൊക്കെ എവിടെ? പാൻറ്റൊക്കെ കയ്യിലുണ്ടോ? അങ്ങനെ പോവാ ഗായ്സ്. അവിടെ അനി വെക്കണേ ഒലിമ്പിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ നമ്മളെ. ഇത് പല തല കഴിഞ്ഞിട്ടില്ല. ഇനി പെരി പോയിട്ട് മറ്റേ പുറപ്പിട്ട് ഇങ്ങനെ കടന്നുറങ്ങിയാൽ മതി. ഇത് പറക്കണ്ടേ? നമ്മളെ കുക്കിംഗ് വ്ലോഗ് എങ്ങനെ ഉണ്ടായിനി? അത് മറന്നോ? അടിപൊളി, ഒന്നും പറയാലല്ലോ. ഇനി അടുത്ത കുക്കിംഗ് വ്ലോഗിന് വിളിക്കാ വരൂല്ലേ താങ്കൾ? തീർച്ചയായും. എന്താ ആലോചന? അല്ലേ അമ്മാതിരി ടേസ്റ്റ് ആയിക്കൊണ്ട്. അല്ല കുറ്റം പറയാനൊന്നുമില്ല കേട്ടോ, തിന്നാൻ പറ്റും. അതിനെ കുറ്റം പറയാൻ തിന്നാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് മുണിങ്ങി വിടാ. അതാണ് എന്താണ് ജെന്യൂൻ റിവ്യൂ. മുടിയൊക്കെ നനഞ്ഞ കേസ് നല്ല. ഇനിയിപ്പോ മഴ എണ്ണിന് മുമ്പ് നമുക്ക് പോണം. അതൊക്കെ ആകാശം നോക്കിയാൽ നല്ല മഴ ചാറ്റുണ്ട്. അപ്പൊ കേസ് നമ്മള് നേരെ ഇനി പെരിക്ക് പോകാണ്. നല്ലൊരു 1.5 മഴയാണ്. അപ്പൊ നമ്മളെ മീൻപിടുത്തം അവിടെ മൂഞ്ചി. എല്ലാരും ചെക്കന്മാരെല്ലാരും അവിടെ ഉണ്ടായിന്. എല്ലാരും കേറിട്ടോ നിക്കാഞ്ഞ്. ഇവിടെ അതേ കൂടെ വരുന്നുണ്ട്, കാട്ടി തരാം. ആ വായിനെ കാണുമ്പോ ഇങ്ങനെ കണ്ടി വരും. ഞാൻ ഗൈസ് ആ വണ്ടി ഒന്ന് ഓടിക്കാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷെ പൊളിഞ്ഞാടിട്ടോ. ഞാൻ ആ വണ്ടിന്റെ ചെറിയൊരു ക്ലിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് തരാം കേട്ടോ ഗൈസ്. ഈ വണ്ടി കണ്ടത് ഇത് ഞാനും സഹലും കൂടി ഒന്ന് ഓടിക്കാൻ നോക്കിയതാണ്. നേരെ ആ ചാലിക്കാണ് കൊഞ്ഞാടി. അതിന് ചെറിയൊരു കൊഞ്ഞാടെ ക്ലിപ്പ് ഞാൻ മറന്നിട്ട് ഇതിൽ ആഡ് ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് അതിന്റെ കോമഡി. ഒരു റൗണ്ട് പറഞ്ഞാണ്ടാണ് ആ ബംഗാളിന്റെ അടുത്ത് വാങ്ങിയതാണ്. മൂപ്പര് വിചാരിച്ചിട്ടുണ്ട് കൊണ്ടുപോയി തള്ളിയിടുന്നത്. നിങ്ങളൊക്കെ തരൂലേ? അല്ല സെറ്റാണ് ഗീസ്. അപ്പൊ നല്ല മഴയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് കയറാൻ നോക്കട്ടെ. നമുക്കിത് പെരി ചെന്നിട്ട് ചെക്കന്മാരൊക്കെ പീടിയാണ് അങ്ങോട്ട് വിട്ടിക്കാണ്. ഇവിടുന്ന് മഴ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വണ്ടി കയറണേ. നമ്മളവിടെ താത്താൻ്റെ മറ്റേ കടല്ലേ, നേരത്തെ കണ്ടില്ലേ നമ്മളെ താത്ത. ആ താത്താൻ്റെയും ഒരു കാക്കാൻ്റെയും കൂടി എഴുന്നിട്ടാണ് അവിടെ കട. എല്ലാവരും അങ്ങോട്ട് വണ്ടി കയറും. ഇനി നമുക്ക് പെരി ചെന്നിട്ട് ഈ സാധനങ്ങളൊക്കെ കൂട്ടാൻ വെച്ചിട്ട് നമുക്ക് തിന്നണം ഗൈസ്. നമുക്ക് കൂടാന്ന അങ്ങനെ ഗൈസ്. നമ്മൾ ഈ പെരിയിലൊക്കെ എത്തി, കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇതാക്കണേ നമ്മൾ മീൻ നന്നാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കണ്ടോ എവിടെ വലിയ മീൻ ഇതാക്കണേ. ഉമ്മ പറഞ്ഞ വലിയ മീൻ ഇത്, ഉമ്മമ്മ പറഞ്ഞ വലിയ മീൻ ഇത്. ഇതാക്കണേ ഈ നത്തുറിഞ്ഞാള് ഇത് അല്ലേ അമ്മമ്മ? വരക്കും. അതെന്തിനാ കല്ലുമ്പോ എന്തിനാ വരക്കണം എന്ന് പറഞ്ഞു കൊടുക്കും? ചെളുക്കിയതൊക്കെ പോകാൻ വേണ്ടിട്ടല്ലേ. ഇത്ര ചെറിയ ചെറിയ മീനുകളാണ് കണ്ടോ. ഇത്തിരി ഇത്തിരി അല്പല്ല മീനുകളാണ്. ഏത് കോലാനില്ലേ? ചുണ്ട് മുറിച്ച കത്രിക കൊണ്ട് ഇങ്ങനെ ഇതാക്കുക അല്ലേ?
ഇതിപ്പോ എന്താ ഇതിൽ മറ്റേ വെണ്ണൂറ് എടുത്തുന്നല്ലേ ഗൈസ്. നമ്മള് ഈ പൊയമീനൊക്കെ ഇതാക്കുമ്പോ വെണ്ണൂറ് ചേർക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പൊയമീന് നല്ല വഴുക്കല് വെക്കും, അതുകൊണ്ടാണ്. ഇത്ര മീനൊക്കെ ഇത്രയും കാട്ടം. ആ അതാണ് പറഞ്ഞത്, കാട്ടേണ്ടതിന് അതുണ്ടാവും. പിന്നെ എല്ലാ മീനുകൾക്കും കാട്ടുണ്ടാവില്ലേ. ഏതാണ് കോലാൻ്റെ അല്ലേ ഗൈസ്? ഇതാണ് കേട്ടോ കോലാന്. എൻ്റെ ചുണ്ട് അത്രക്കും വലിയ ചുണ്ടി നമ്മൾ മുറിച്ച് കളഞ്ഞു. കാരണം അത് തിന്നാൻ പറ്റൂല, കാരണം നമ്മളെ തൊള്ളി കൊള്ളൂല. മോട്ട ഇവിടെ അല്ല കേട്ടോ, മോട്ട ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ്. ഇപ്പൊ ഒന്ന് പോയി കാണും, ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോ വരാൻ നിൽക്കാം. ഇതാരാണ്? ഹലോ എന്നാ ഗൈസ്, ഉമ്മമാന്റെ മൊബൈലിലെ റീചാർജ് കഴിഞ്ഞു. അപ്പം ഇവരൊരു തൊയ്ര്യം തരുന്നില്ല. എങ്ങനെ വിളിച്ചിട്ട് പ്രിയ ഉപഭോക്താവ് നിങ്ങൾ ഇതിന്റെ കാലഹരണം നഷ്ടപ്പെട്ടു പറഞ്ഞാണ്ടൊക്കെ എന്തൊക്കെയാ പറയുന്നുണ്ട്. ഉമ്മമാക്കാണെന്നുണ്ടെങ്കിൽ കേൾക്കണ ദേശീയാണ് അല്ലേ മമ്മ? അല്ല പിന്നെ ഉപകാരത്തിന് ഒന്നിനും എടുക്കൂല, എന്തിനേലും ആവശ്യത്തിന് അതും ഇതൊക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ്. അല്ലാതെ വിളിച്ചാലും ഒന്നും എടുക്കലില്ല. എന്നാലും വേണം ആഴ്ചയിൽ 200 റുപ്യ. ആഴ്ചയിൽ ഒന്നാണ് മാസത്തില്. ഗൈസ് കണ്ടോ, ഇങ്ങനെയാണ് അപ്പൊ കോലാന് നന്നാക്കല് കേട്ടോ. കണ്ട് പഠിച്ചോളി. ഈ മീൻ നന്നാക്കാനും ശരിയാണ് കേട്ടോ. അതെ, എളുപ്പമാണ്. ഇവിടെ കുത്തിയ മതി, എന്നാൽ പോരും. ആ മീനില്ലേ ചെറുതില്ലേ, വേണ്ട പിന്നെ കല്ലുമ്പോ കൊണ്ടുപോയി ഉപ്പിട്ടിട്ട് ഒരൊറ്റ അവിടെ തീരും. വൃത്തിയാവും. മുട്ട എടുത്തുള്ള ആവശ്യം ഉണ്ടെങ്കിലോ? ആ അതിന്റെ മുട്ട. അതാ എന്തൊരു സൗണ്ട് കേട്ടെ. അപ്പുറത്തെ ഇവിടുന്ന് എന്തൊരു ഫീസ് കത്തിപ്പോയൊരു സൗണ്ട് കേട്ടു. അപ്പുറത്തെ എവിടുത്തെയാണെന്ന് അറിയില്ല കേട്ടോ, നോക്കട്ടെ. റോട്ടുമെന്നാണോന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ ഒരു നല്ല മഴ ഇത് കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. റോട്ടിലത്തെ എന്തെങ്കിലും കേൾക്കാം. റോട്ടിലത്തെ എന്തോ ആണ് തോന്നുന്നു. പുക ഒന്നും കാണാനല്ല. അത് പിന്നെ അവിടെ ഇവിടുത്തെ പുക കാണാണ്ട് റാട്ടപ്പെരിയത്തെ. കറണ്ട് പോയി കേസ്, കറണ്ട് പോയി. എങ്ങനെ മമ്മ? എവിടെ കറണ്ട് വേഗത്തിന് ആൾബോ ഇതിലേ? ആ അതാ ഇതിൻ്റെ ഉള്ളിലല്ലേ, അടുക്കളയിലല്ലേ. അപ്പൊ എന്തായാലും കേസ് ഞങ്ങളിതൊന്ന് നന്നാക്കാൻ നോക്കട്ടെ. കണ്ടതൊന്ന് നന്നാക്കി തീരട്ടെ. ഇനി കറണ്ടും പോയി എൻ്റെ ഇടയിൽ കൂടെ. അപ്പത്തിന് ഇനി മോണ്ടനും വരും. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി വെച്ചുണ്ടാക്കണ പരിപാടിയും കൂടി നോക്കണം. കറണ്ട് നേരത്തെ അങ്ങനെ ഗൈസ് നമ്മൾ പോയിന്ന് ഇപ്പൊ പെരീക്കെത്തിക്കാണ്. പെരീക്കെത്തിയപ്പോ തന്നെ ഗൈസ് ഇന്ത്യ അനുവിന്റെ കുളിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും കുളിയും കഴിഞ്ഞു കേട്ടോ, എല്ലാവരും കുളിയും കഴിഞ്ഞു. മീനുകളെ മീൻ നന്നാക്കി പുറത്തു പോയില്ലേ. ഞാൻ നല്ലാണ് ഗൈസ് നന്നാക്കാന്. അപ്പൊ അതിന്റെ അടിയിൽ തന്നെ ഇമ്മി ഇമ്മമ്മി അനു എല്ലാരും പാടെ വെക്കണ്. മീനൊക്കെ ഗൈസ് അടിപൊളിയാക്കി വെച്ചിക്കണ്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് മീനിന്റെ മസാല തേക്കലാണ്. ആരമ്മ മസാല തേക്കണ്? മസാല ആർക്കും അമ്മ തേച്ചോട്ടെ. ആ എന്നാ പിന്നെ ഉമ്മ തേച്ചോട്ടെ ഗൈസ്. എന്തൊക്കെ മസാലകൾ പറഞ്ഞു കൊടുക്കും ആൾക്കാർക്ക്? മസാല അതല്ല, പുഴമീൻ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കും ഇനി പുഴമീൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും എന്തൊക്കെ സാധനങ്ങളാ ഒന്ന് പറഞ്ഞു കൊടുക്കി. മുളകും മഞ്ഞളും ഉപ്പും ഇട്ട് കാണിച്ചു കൊടുക്കി, ഇട്ട് കാണിച്ചു കൊടുക്കും. അങ്ങനെ ഗൈസ് ആദ്യം നമ്മൾ പുഴമീൻ ഇങ്ങനെ ഇടാ. എന്നിട്ട് അതിക്ക് ഒരു സ്പൂണ് ആദ്യം തന്നെ ഇടണമെന്നൊന്നുമില്ല, 1.5 സ്പൂൺ ആയിക്കോട്ടെ. ആദ്യോ ലാസ്റ്റോ എപ്പോഴേലും ഇടട്ടെ. അല്ല എത്ര സ്പൂണമ്മ? 1.5 സ്പൂൺ. 1.5 സ്പൂണ് മുളക് പൊടി. ഇത് കളർ മുളകാണോ? അല്ല, സാധാ മുളക്. മഞ്ഞൾ കുറച്ച് മതി. മഞ്ഞൾ കളറൊന്നും വേണമെന്നില്ല. പിന്നെ മഞ്ഞള് 1 സ്പൂണ്, ചെറിയ കുറച്ച് മഞ്ഞള്. പിന്നെ പാകത്തിന് ഉപ്പ്. പാകത്തിന് ഉപ്പ്. അതിന് അളവില്ല. അത് ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ട് ഒരു മീഡിയം. ആ എവിടെയാ സാധനം? അടുത്തത് കയ്യാണോ? അല്ല എന്നാ കണ്ടോളി. തുള്ളി ഓയിൽ ഇതിക്കടെ അങ്ങോട്ട് ഒഴിച്ചു. നമ്മള് സാധാ കടൽ മീൻ പൊരിച്ചത് വൈകന്നല്ലേ? ആ അതന്നെ. എല്ലാ മീനും ഒരു മരിക്കന്നെ മസാല പ്രത്യേകിച്ച് അപ്പൊ ഒന്നുമില്ല. മാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ആക്കാം. അതൊന്നും ഇപ്പം ഒരു ടേസ്റ്റിന് വേണ്ടിട്ട്. ടേസ്റ്റിലാണെന്നുണ്ടെങ്കിൽ വേണം കേട്ടോ. അത് വേണം. അല്ല വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇവിടെ അല്ലേ? ഞാൻ പറയണേക്ക് നമ്മളിത് ടേസ്റ്റ് ഇല്ലാതെ തിന്നാനല്ലല്ലോ ഗൈസ്, നമുക്ക് ടേസ്റ്റ് വേണം. ആയിക്കോട്ടെ. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ തിന്നിക്കണോ വെളുത്തുള്ളി അങ്ങനെ തന്നെ. പിന്നെന്താ ഇപ്പൊ ഒരു സ്കിപ്പിംഗ് ആണ്, സ്കിപ്പിംഗ് ആണ് ഗൈസ്. തല കാട്ടി വരുന്നുണ്ട് ഗൈസ്, ടേസ്റ്റിനാണെന്നൊക്കെ പറയാനുണ്ട്. ആ ഇത് കഴിഞ്ഞ കൊല്ലം വെച്ച സാധനം അതുകൊണ്ടുണ്ട്. ഇമ്മ തുറന്നപ്പോ തന്നെ അന്തം പൊട്ടിക്കണ ഗൈസ്. ഇതിങ്ങനെ വെച്ചാ കേടരൂല.
ചതച്ചിട്ട് വെളുത്തുള്ളി. രസം ഓയിൽ ഒഴിച്ചുങ്ങാണ്ട് അങ്ങോട്ട് ആ വെളുത്തുള്ളി ഒന്ന് എടുത്താണ് മറ്റേ ക്രീം കേക്ക് വായിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ക്രീം കേക്ക് വായിക്കുന്നുണ്ട്. എടാ അത് ഈ ഓയിലാക്കിയതാണ് കണ്ടിന്യൂ. ഓക്കെ. ഉമ്മ ഗൈസ് മസാല ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. മസിൽ പിടിച്ചിട്ട് മസാല ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നമുക്ക് ഗൈസ് ഇത്ര മീനാട്ടോ കിട്ടിയത്. ഇതെങ്കിൽ ഇത് കിട്ടില്ല. ഇതിൽ ആകെ 5-6 വലിയ വലിയ മീനുകള് അല്ലേ കോലാന്. കുറച്ച് ഒരു 2 മണിക്കൂറായിട്ടില്ല. നമ്മളെ ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴും മഴയും പെയ്തു ആകെ ഇതായി മുഞ്ചിപ്പോയി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈസ് ഇപ്പൊ നല്ല മഴ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് വെള്ളം കുറച്ചുകൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മീനുകൾ കിട്ടിയെന്ന് തോന്നുന്നു എനിക്ക്. അതാണ് മുള്ളാണ് ഗൈസ്. മുള്ളൊക്കെ കൈമ കുത്തിയിട്ട് ആകെ വരണ്ടു അല്ലേ. കുറച്ചുകൂടി വെള്ളമാണെങ്കിൽ ആ മുള്ളിൽ കൂടെ വല ഇങ്ങനെ കോരുക. അതാണ്. പിന്നെ പോരാത്തിന് വലക്ക് ഓട്ടി ഓട്ട വലി ഇല്ലൊക്കെ പുറത്തോടെ പോയി തോന്നുന്നു. തിരിച്ചോളി ഗൈസ്. നമ്മളങ്ങനെ അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോവാണ്. ഗ്യാസിലാണ് ഉണ്ടാക്കണേ. ആ നനഞ്ഞ കൈ കൊടുക്കണേ ആ ഇതില്ല സാധനം ഒന്നും എടുക്കരുതേ, ഷോക്കടിച്ചു. ഒന്ന് ചൂടാട്ടെ. ഇതെന്താ ഇത്? ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത ഇന്നലെ കുക്ക് ചെയ്തില്ലേ. ഇന്നലെ കുക്ക് ചെയ്തപ്പോ ഇന്റെ ചട്ടിന്റെ ചെരിഞ്ഞിടക്കണ്. അതില് ഞാൻ നോക്കിയപ്പോ ഉണ്ട് ഇവിടെ ഒരു ഹൈറ്റർ. അതില് ഞാൻ എന്ത് ചെയ്തു, ഒരു കോളിംഗിൽ ഇങ്ങനെ വെച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ലെവലായി. നിലത്തിന്റെ അല്ലത്, ആ ഇതിന്റെ ആണത്, അടുപ്പിന്റെ ആണത്. ഒക്കെ മാറ്റാനായിക്കണ്. ഉമ്മമാരടക്കം മാറ്റാനായിക്കണ്. ഉമ്മമാരടക്കം മാറ്റാനായിക്കണ കണ്ടപ്പോ ഉമ്മ പിന്നെ അല്ലാതെ ഫുള്ള് പാച്ച് വർക്കാ. ഞാൻ ഇമ്മനാട് പൊളിഞ്ഞടിക്കടാ. എന്താണ് ടേസ്റ്റ് കൂടാൻ? ടേസ്റ്റ് കൂടാൻ ഉമ്മ എന്തോ ഒരു മാർഗം പറഞ്ഞു. കരിയേപ്പിന്റെ ഇല, കരിയേപ്പിന്റെ ഇല കണ്ടി, അയമോത്തിന്റെ അരി, പിന്നെ അയമോത്തിന്റെ അരി ഒന്നും വേണം. കരിയേപ്പിന്റെ ഇല. ഓ എന്താ ആ ഒരു രസം കണ്ടാത്തിന് കഴിച്ച് നമ്മളെ പള്ള നിറഞ്ഞു. ഈ ഒരു വൃത്തിയിൽ ഇങ്ങനെ മറ്റേ കരിമീനൊക്കെ പിടിച്ചാണ്ട് തിന്നണമെന്നുണ്ട്. കരിമീൻ ഒന്നും കിട്ടാല്ലേ നമ്മളവിടെ. ചട്ടിയാക്കണേ ചെരിഞ്ഞിട്ടേ അത് നമ്മളെ സ്റ്റൗ ഇതിന്റെ. അതാണ് ഞാൻ പറഞ്ഞത്. ഓ നല്ല മണം കഴിച്ച്, നല്ല പൊരിച്ച മണം. മണല്ലേ ഇത് കേക്കുണ്ടാവോ? നിങ്ങളൊക്കെ പാടെ കളിച്ചാനൊക്കെ പോയിട്ട് പരന്ന ഒരു വലിയൊരു മീന് കാലോട് തട്ടിയാണ് പിടിച്ചു കൊടുന്നല്ലോ. വലിയൊരു കരിമീൻ കയ്യൊക്കെ കേറി മുള്ളിട്ട് എന്റെ കയ്യൊക്കെ കയറി പിടിച്ചിട്ടേ പൊത്തേനെ പിടിച്ചിട്ടല്ലേ. അതിനൊരു മണം കഴിച്ചു അല്ലല്ലേ. കോലാന്തിന് നമുക്ക് ഇത്രക്ക് കിട്ടിയോ? ഓ അപ്പൊ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അന്നത്തെ മീൻ പിടുത്തം കഴിച്ച് കുഴപ്പമില്ല. സെറ്റാണ്. ശ്രദ്ധിച്ചില്ല ആ ലാസ്റ്റ് ഒറ്റ കോലല്ലേ നമുക്ക് 3 വലിയ കോലാണ്. അപ്പുറത്തെ മുള്ളായി മുള്ളായി ഇല്ലെങ്കിൽ ഒന്നും കൂടി കോരണ്ടേ. നല്ലൊരു മണം വരും കേട്ടോ. നല്ല അടിപൊളി ഒരു മണം. അതുകൊണ്ട് ഇതാ ഇനി കുറച്ച് ചോറ് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് കറി ഇങ്ങനെ വെച്ചിട്ട് ഈ പൊരിച്ച മീൻ ഇങ്ങനെ കൂട്ടിന് ടേസ്റ്റ്. കുറച്ച് മീനാ പാകം. ഇതൊക്കെയാണ് പാകം. ഇന്നാൾക്ക് പുകൊക്കെ പാടെ മൂക്കിക്ക് വലിച്ചേറ്റി തലറങ്ങിക്കണമ്മമാരെ അമ്മമ്മ പറഞ്ഞ ഫുള്ളാക്കി. കുറച്ച് മീനാ പാകം. ഇന്നാള് കൊറേ മീൻ കിട്ടിയിട്ട് എന്തൊക്കെയാ പോലെ. അത് പറഞ്ഞു കഴിഞ്ഞാല് ആ മീനും ഈ മീനും വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഫുള്ള് മുള്ളു മീനാണ്. അത് രസമല്ല. ഇതിലും ആ മീനില്ല. അതാ ഞാൻ ഒരു മീൻ ഒഴിവാക്കിയില്ലേ. ആ മീനാണ് മുള്ളുള്ള മീനാണ്. അതന്നെ മുള്ള എന്തിനാണ് ഗൈസ്. നമുക്ക് ഇനിയിപ്പോ അടുപ്പത്തു നിന്ന് നേരെ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറും പ്ലേറ്റിന് മുമ്പിൽ ഇങ്ങനെ കാണാൻ കഴിയും. അതെ പൊരിയണൊക്കെ മനസ്സിൽ നോക്കിയാ വാവ് സെറ്റാവട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ ഈ പൊയമീനെ കാത്തിക്കാണ്. ഞങ്ങൾ അതിന്റെ ടേസ്റ്റ് ഗൈസ് കുറെ ദിവസമായി നമ്മൾ തിന്നാത്തോണ്ട് നമുക്ക് ഭ്രാന്ത് പിടിച്ചു കൊണ്ടുവരുന്നു. ഇരിക്കി ഗൈസ് പൊയമീനാണ് ഈ കിടക്കണേ. ഇതാണ് നമ്മളെ കോലാരി. ഇതാണ് കോലാരി. പിന്നെ ഇതൊക്കെ പിന്നെ ബാക്കി പൂട്ട മീനാണ്.
ഇതെന്താ ചിക്കൻ കറിയോ? ചിക്കൻ കറിയോ? അല്ല, വെണ്ടക്ക കറിയാണിത്. ഇരിക്കും മമ്മ ഇരിക്കും. ഞാൻ ഇരുന്നോണ്ട് ഗൈസ് നോക്കിയാ കോലാനെ കാണുമ്പോഴാണ് പള്ളിയിൽ അല്ല പള്ളിയിൽ നാവ് വന്നത്. കാരണം കിട്ടിയ ഏറ്റവും വലുതാണ് കോലാന്, വേറെ ഇതും കിട്ടിയില്ല. ഞാൻ കാര്യം ചോദിച്ചേ, ഏത് മുളക് ഇട്ടേ? എരില്ല മുളക്. എന്തേ നന്നായി നന്നായി. എന്തേ നല്ലൊരു കുറച്ചായിട്ടുണ്ട്. ആണോ? സ്പൈസി ഒക്കെ ഉണ്ടാക്കി വെക്കാം. പൊടിഞ്ഞാ നല്ല ചൂട് ചോറും. ചൂട് ചോറ് വന്നിട്ട് ചോറ് വെച്ചതാ. ചോദിക്ക് എന്താ അവസ്ഥ? ചോറും കൂട്ടി തന്നേ, ആ പേരിട്ട് ആദ്യവും കറിയും കൂട്ട്. എനിക്ക് തോന്നുന്നു ആ മറ്റേ വെളുത്തുള്ളി ഇഞ്ചിയും സാധനം തേക്കണ്ടില്ല. ആണോ? വലിയ ഇത് എടുത്തിട്ട് അവസാനം കൊളായോ? ഹൈപ്പ് എടുത്തിട്ട് കൊളായോ? അത് ഇന്നലെ ഓന്റെ ചിക്കൻ കറിക്ക് ഞാൻ പറഞ്ഞില്ല, അതിനില്ല പക വീട്ടിയതാണ്. നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കണല്ലോ. ഇരിക്കണോ? നമുക്ക് നോക്കട്ടെ കോലാൻ എങ്ങനെ നോക്കാം. രസമില്ലാന്നോ? അത് കുഴപ്പമില്ലല്ലോ. നമ്മളുള്ളത് കുഴപ്പമില്ല. കുഴപ്പമില്ല, എനിക്ക് വലിയ ഇതൊന്നുമില്ല. എനിക്കൊന്നും തോന്നിയില്ല. എനിക്ക് തോന്നുകയാണ്. എനിക്കൊരു എരിവ്. എരിയോ? ഉമ്മമാർക്ക് എന്താ അവസ്ഥ? രസമുണ്ട്. രസമുണ്ട്. തിന്നാൻ പറ്റൂലേ? അല്ല തിന്നാൻ പറ്റേ. അല്ല ഇന്നാളത്തെ പൈമീനാണോ താണ രസം? ഇന്നത്തെ മുള്ളും ഇതൊക്കെ പാടിട്ടിട്ട് എന്താ ഒരു രസമല്ല. ഇതാണ് രസം. ഇതൊക്കെ നന്നാക്കിയില്ലേ? മറ്റേ എന്തിന് ഇത്രയും മരുന്നല്ലേ വെറും പൊടി അന്ന് അല്ലേ? ഉമ്മ ഇരിക്കമ്മ ഇരിക്ക്, ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇനി പൊടിമീൻ കൂട്ടി വെക്കടാ. പൊടിമീൻ എങ്ങനെ നോക്ക്. കുഴപ്പമില്ല. മീനുകൾ മുള്ളില്ല. കോലാനോ? കാരണം മുള്ളൊക്കെ ഉണ്ടല്ലേ? മുള്ളിടുന്നാലും ഒറ്റ മുള്ളുള്ളൂ, 4 കൂടി പാഞ്ഞിട്ടില്ല. മുള്ളില്ലേ? ഒറ്റ മുള്ളുള്ളൂല്ലേ? ഇതാണ് കോലാന്റെ മുള്ള്. മറ്റേ കുട്ടിയൊക്കെ ചെറുത് രസമുണ്ട് കഴിച്ചു. ഇടില്ല മക്ക്. അതെ മോണ്ടനെ അങ്ങനെ പറഞ്ഞ ശീലമായിട്ട് എന്തേലും പറയണ്ടേ. അതാക്കിയായിരുന്നാ എപ്പോഴും കുറ്റം പറയണം. വെറുതെ അമ്മമ്മ എപ്പോഴും കുറ്റം പറയുന്നില്ലേ? അത് കുറ്റം കണ്ടാ കുറ്റം പറയും. അതെ അതെ. കള്ളിയിലും അങ്ങാട്ടിലൊക്കെ കുറ്റം പറയും. കുറച്ച് എരിവ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എരുണ്ട്, എരുല്ല മുളക് ഇട്ടിക്കണം. അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പൊയ്മീന് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തി ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വ്ളോഗ് എടുക്കണം. അതുകൊണ്ട് എല്ലാവർക്കും ബൈ ഗൈസ്. എല്ലാവർക്കും അസ്സലാമലൈക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വ്ളോഗ് ആയിട്ട് കാണാം. അടുത്ത അടിപൊളിയായിട്ട് വ്ളോഗ് അടുത്ത അടിപൊളി. ബൈ.